അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി അടുത്തുള്ള ആദവനാട് കല്ലുവട്ടിക്കൽ ജാറം എന്ന് പറയപ്പെടുന്ന ഒരു മക്കാമിലാണ് ഉള്ളത്. കല്ലുവട്ടിക്കൽ മക്കാം എന്നാണ് ഇങ്ങോട്ട് പറയാം. വളാഞ്ചേരിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്ക് ഉള്ളത്. കല്ലുവട്ടിക്കൽ മക്കാം എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കിട്ടും. പിന്നെ അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ചരിത്രങ്ങളോ മറ്റ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല. അതായത് ഇവിടെ ആരെയും കാണുന്നില്ല. ഇനി അടുത്തുള്ള വീടുകളിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ സംസാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ചരിത്രങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം. 2 മക്ബറയാണ് ഇവിടെ കാണാനുള്ളത്. പിന്നെ ഇവിടെ സ്വലാത്ത് മജ്ലിസുകളും മറ്റു മജ്ലിസുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതവിടെ പുറത്ത് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഈ മഹാന്മാരുടെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിവിടുന്ന് സിയാറത്ത് ചെയ്ത് പുറത്തിറങ്ങിയ ഉടനെ തന്നെ അൽഹംദുലില്ലാ ഈ മഖാമുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ കാണാൻ സാധിച്ചു. അൽഹംദുലില്ലാ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ഒരു ചെറിയ വിവരം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കുഞ്ഞി മുഹമ്മദ് എന്ന് പറയുന്ന ഏകദേശം 70 വയസ്സിനോടടുത്ത് പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ വലിയുപ്പാൻ്റെ ഉപ്പാൻ്റെ സ്ഥലമായിരുന്നു ഇപ്പോൾ ഈ ഒരു മക്കാമ് നിൽക്കുന്ന ഈ ഒരു സ്ഥലം. ഇതൊരു കവുങ്ങും തോട്ടമായിരുന്നു. അങ്ങനെ ആ വല്യുപ്പാൻ്റെയും ചെറുപ്പകാലത്തേയുള്ള ഒരു മക്ബറയാണ് ഈ ഒരു മക്ബറ. അപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്നർത്ഥം. അത്രയും പഴക്കമുണ്ട് ഈ മക്കാമിനിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ കുട്ടികളാണല്ലോ, അപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ വന്ന് കളിക്കാനൊന്നും അവരോട് വലിയപ്പോൾ സമ്മതിക്കാറില്ല. കാരണം ഇവിടെ ഈ ഒരു മഹാന്മാർ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ പോയിട്ട് ഇപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ മൂത്രയിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ വന്ന് കളിക്കാനൊന്നും അദ്ദേഹം വന്ന് സമ്മതിക്കാറില്ല എന്നൊക്കെ അവർ പറയണ്ടായി. പിന്നെ അവർ പറഞ്ഞത് ഇവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത് ഇവർ ബാഗ്ദാദിൽ നിന്ന് വന്ന ആളുകളാണ്. ഒരു സംഘം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ 2 മക്കാമാണ് കാണാൻ കഴിയുക. പക്ഷെ ഇവിടെ 2 അല്ല, 2-ൽ കൂടുതൽ ആളുകൾ ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരു സംഘം ആളുകൾ ബാഗ്ദാദിൽ നിന്ന് വരികയും ഇവിടെ അടുത്ത് പുത്തനങ്ങാടി എന്ന് പറയുന്ന സ്ഥലമായിട്ട് തോന്നുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പരിശുദ്ധ ദീനിൻ്റെ ദഅവത്തുമായിട്ട് അവരിവിടെ വന്ന് കൂടുകയും ചെയ്തു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അങ്ങനെ ഇവിടെ വെച്ചുകൊണ്ട് വഫാത്തായി പോയ മഹാന്മാരാണ് ഇവർ എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വല്യപ്പ അവരോട് പറഞ്ഞ മറ്റൊരു സംഭവം എന്നുള്ളത്, ഇവിടെ ഒരു വെള്ളത്തിന് വലിയ ക്ഷാമമുണ്ടായ സമയത്ത് വല്യപ്പ ഇവിടെ വന്നിട്ട് കരഞ്ഞ് ദുആ ചെയ്തു. അൽഹംദുലില്ലാ അങ്ങനെ മഴ കിട്ടിയ അനുഭവങ്ങളൊക്കെ അദ്ദേഹം പറയണ്ടായി. അതേപോലെ തന്നെ ആ വല്യപ്പ സ്ഥിരമായിട്ട് ഇവിടെ വിളക്ക് കത്തിക്കുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ വന്നിട്ട് ഈ ഒരു മക്കാമിൽ സ്ഥിരമായിട്ട് വിളക്ക് കത്തിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനക്ക് ചില പ്രയാസങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളും അതേപോലെ തന്നെ പേരക്കുട്ടിയൊക്കെ ആയിരുന്നു അത്ര ഇവിടെ വിളക്ക് കത്തിച്ചിരുന്നത്. പക്ഷേ ചില ദിവസങ്ങളിൽ അവർക്ക് ആ വിളക്ക് കത്തിക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ മറന്നുപോയി. അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം ആ വല്യപ്പ വിളക്ക് കത്തിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടപ്പിലായി. അപ്പോൾ വല്യപ്പ പറയായിരുന്നു അത്രേ, നിങ്ങളിവിടെ വിളക്ക് കത്തിക്കാത്തത് കൊണ്ട് ഞാൻ കിടന്നുപോയി. അങ്ങനെ ആ മകളെ വിളിച്ചിട്ട് അത് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ പേരക്കുട്ടികൾ ആരെങ്കിലും കത്തിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവർ കത്തിക്കാൻ വന്നില്ല, സാധിച്ചില്ല. അങ്ങനെ കത്തിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രയാസം ആ വല്യപ്പക്കുണ്ടായിരുന്നു എന്ന് വല്യപ്പ തന്നെ പറയായിരുന്നു അത്രേ. ഇവിടെ നിങ്ങൾ കത്തിക്കാത്തത് കൊണ്ട് ഞാൻ കടന്നുപോയി എന്നൊക്കെ അങ്ങനെ പറയായിരുന്നു അത്രേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഹുളൂറുള്ള ഒരു
ആത്മീയമായിട്ട് ഒരു അനുഭൂതിയൊക്കെ ലഭിക്കുന്ന ഒരു മക്കാമാണ് ഈ ഒരു മക്കാമ്. പിന്നെ പണ്ട് കാലത്ത് തന്നെ ഇവിടെ നേർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പെട്ടി വെച്ചാലൊക്കെ മാസത്തിലോ അല്ലെങ്കിൽ അതൊക്കെ എടുത്ത് തുറന്ന് നോക്കിയാൽ ഒരുപാട് ആളുകൾ നേർച്ച കൊടുത്തതായിട്ടൊക്കെ ഇവിടെ കാണാറുണ്ട്. ഈ ഭാഗത്തുള്ള പരിസരത്തിലുള്ള മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ മറ്റു ഹൈന്ദവ സുഹൃത്ത് അവരൊക്കെയും ഇവിടേക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ആ കാലങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഇവിടേക്ക് എന്ത് ചെയ്യാറ് നേർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു എന്നും പറഞ്ഞു. പിന്നെ ഇവിടെ മാസത്തിൽ 2ാമത്തെ ഞായറാഴ്ച അസറിന് ശേഷമാണ് ഇവിടെ സ്വലാത്ത് മജ്ലിസ് ഉള്ളത്. അതോടൊപ്പം തന്നെ വർഷത്തിൽ മുഹറം മാസത്തിൽ ഇവിടെ നേർച്ച കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ ഏതായിരുന്നാലും വലിയ മഹാന്മാരാണ്. പരിശുദ്ധ ദീനിൻ്റെ ദഅവത്തുമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ബാഗ്ദാദിൽ നിന്ന് ഈ ഒരു നാട്ടിലേക്ക് വന്ന മഹാന്മാരാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇവരുടെ വല്യപ്പ, അദ്ദേഹത്തിൻ്റെ വല്യപ്പയിൽ നിന്ന് നേരിട്ട് കിട്ടിയ, അവരൊക്കെ നേരിട്ട് അനുഭവിച്ച ഒരു മക്കാമാണ് ഈ ഒരു മക്കാമ്. അല്ലാഹു തആല ഈ മഹാന്മാരുടെ ദറജകളൊക്കെ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങളുടെ ഈ സിയാറത്തിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയ ഖുർആൻ ഷരീഫിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൻ്റെ സവാബിനെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാന്മാരുടെ ഹദറാത്തുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാന്മാരുടെ ദറജകളെ നീ ഉയർത്തണേ അല്ലാഹ്. ഇവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസുലാക്കി തരണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹൈറായ മുറാദുകളെ നീ ഹാസുലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമം പറഞ്ഞ ആളുകൾക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലാഹ്. സ്വന്തമായി വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. പടച്ചവനെ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും വീട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, പ്രത്യേകിച്ച് പല വിഷമങ്ങൾ ഉള്ള ആളുകളുണ്ട് റഹ്മാനെ, അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണം അല്ലാഹ്. പ്രത്യേകിച്ച് വലിയ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് വേദന സഹിച്ചുകൊണ്ട് ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. പടച്ചവൻ, അവർക്കൊക്കെയും നീ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും പല രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് റഹ്മാനെ. ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് കറാമത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. താമായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിൻ്റെ മഹാന്മാരുടെ കാവൽ നൽകണേ അല്ലാഹ്. നീ ഞങ്ങളെ എല്ലാ നിലക്കുമുള്ള റാഹത്തും സന്തോഷവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടും അല്ലാഹുവേ, മറ്റുള്ളവരുടെ ചതിയെ തൊട്ടും അല്ലാഹുവേ, അതുപോലെ തന്നെ സിഹിറുകളെ തൊട്ടുമൊക്കെ നീ കാക്കണം അല്ലാഹ്.
എല്ലാവിധ പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ടും ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനെ. അല്ലാഹുവേ, മഹാന്മാരുടെ കാവൽ നൽകണേ അല്ലാഹ്. വരാനും ഇവിടെയൊക്കെ വരാനും സിയാറത്ത് ചെയ്യാനുമുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ സിയാറത്തിന് പോകുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളുടെ യാത്രകളിൽ സഹായിക്കുന്നവരുണ്ട് റഹ്മാനെ. ഒരുപാട് മഖാമുകളെക്കുറിച്ച് പറഞ്ഞു തരുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹു, അവർക്കൊക്കെയും നീ വലിയ സന്തോഷവും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്ന മുഴുവൻ മഹാന്മാരുടെയും കാവലും പൊരുത്തവും അവർക്കും ഞങ്ങൾക്കും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ചവനെ, ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും സന്തോഷത്തോടെ റാഹത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈമാൻ സലാമത്തായി മരിക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി. അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്. അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്.